സൈനികർക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. ലക്നൌവിലെ MLA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബാലു, സൈനികർക്കെതിരെ അപകീർത്തികരമായ പരാമർശം, ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാട് എന്താണ്? രതീഷ്, ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സൈനികർക്ക് എതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുള്ള മാനനഷ്ട കേസിലാണ് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ലക്നൌവിലെ MP MLA മാരുടെ കേസുകൾ കേൾക്കുന്ന പ്രത്യേക കോടതിയിലെ ജഡ്ജിയാണ് രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിച്ചത്. രാഹുൽ ഗാന്ധി നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. തുടർന്ന് അദ്ദേഹം ഈ നിരപരാധിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ പറയുകയും ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് 20,000 രൂപയുടെ വ്യക്തിഗത ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിക്കുന്നതിനുള്ള ഉത്തരവിന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് ഈ പരാതിക്കാരന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. കാരണം ഈ സൈനികരെ ഈ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം മാപ്പർഹിക്കാത്തതാണ് എന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നും അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി രാഹുൽ ഗാന്ധിക്ക് ഇന്ന് ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത്.